പേരാമ്പ്ര നിയോജകമണ്ഡലം എം.എൽ.എ. അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയുടെ പേരാമ്പ്രയിലെ ഓഫീസ് വടകര എം.പി. ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്ര ഹൈസ്കൂൾ റോഡിലാണ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ബാലുശ്ശേരി എം.എൽ.എ. വി.ടി. സൂരജ് സന്നിഹിതനായിരുന്നു. ജനങ്ങളുടെ ശബ്ദമായി നിയമസഭയിൽ നിറഞ്ഞു നിൽക്കുന്ന അവിടെ ഗതാഗതം തടസ്സപ്പെടുത്തി നിർത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നല്ല മഴയാണ്. പരിമിതമായിട്ടുള്ള ഈ സ്പേസില് നിങ്ങളെല്ലാവരും നിങ്ങളെ കൊണ്ടാവുന്ന രൂപത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് മനസ്സിലാക്കും. നമ്മൾ ഔപചാരികമായിട്ട് ഈ പരിപാടി ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പ്രാർത്ഥനാ ഗീതം ആലപിക്കുന്നതിന് വേണ്ടിയിട്ട് ഫാത്തിമ മികച്ച ക്ഷണിക്കുന്നു. ജീവിതം ധന്യമാക്കണം. ഭുജനും മഹാവിഷ്ണുവും യേശുക്രിസ്തുവും ഭാവിയെ സംബന്ധിച്ചുള്ള ആശയങ്ങളും അത് നടപ്പിലാക്കാനുള്ള ആർജവും ആത്മാർത്ഥതയുമുള്ള ഒരു എം.എൽ.എ. ആണ് പേരാമ്പ്രയിൽ തവണ തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന കാര്യത്തിന് ഈ ജനതക്ക് ഒരു സംശയം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും എല്ലാം അതീതമായി പേരാമ്പ്രയുടെ പുതിയ തലമുറ ആഗ്രഹിക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ അതിന് ആർജവത്തോടെ ഓടി നടന്ന് പ്രവർത്തിക്കാൻ കെൽപ്പുള്ള ഒരു എം.എൽ.എ. തെരഞ്ഞെടുത്ത് ഈ ജനതയ്ക്ക് ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങളും നന്ദി ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു. അവർ എം.എൽ.എ. ആയി ഏതാനും എന്ന് പറയാനില്ല, 1-2 മാസങ്ങളെ ആയിട്ടുള്ളൂ. ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നടത്തുന്ന ഇടപെടലുകളാണെങ്കിലും അസംബ്ലിക്കകത്ത് നടത്തുന്ന ഇടപെടലുകളാണെങ്കിലും മന്ത്രിമാരും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിന്റെ കാര്യം അവതരിപ്പിക്കുന്ന കാര്യമാണെങ്കിലും ഒക്കെ വളരെ സിൻസിയറായി എഫക്റ്റീവായി പേരാമ്പ്രയ്ക്ക് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. ഞാൻ സന്തോഷത്തോടെ അഭിമാനത്തോട് പറയുന്നു, പേരാമ്പ്രയുടെ താലൂക്ക് ഉൾപ്പെടെയുള്ള സ്വപ്നങ്ങളിലേക്ക് നിർണായകമായ ചുവട് നിങ്ങൾ എം.എൽ.എയോടൊപ്പം നടന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് അസംബ്ലിയിൽ നിന്നും അല്ലാതെയും എനിക്ക് നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെടുന്നുണ്ട്. നിയോ പേരാമ്പ്ര എന്ന കൺസെപ്റ്റ് അതിന്റെ വിശദമായ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഇവിടെ നടത്തും എന്നുള്ളത് എം.എൽ.എ. അറിയിച്ചു കഴിഞ്ഞു. ഞാൻ അതുകൊണ്ട് ദീർഘമായി കടന്നു പോകുന്നില്ല. പക്ഷേ അടുത്ത ജനറേഷൻ ആഗ്രഹിക്കുന്ന ഒരു ഇടപെടലാണ്. ഒരു ഡിജിറ്റൽ സ്പേസിൽ എം.എൽ.എയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളെയും അതിന് ജനങ്ങൾക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കാനുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള മാർഗങ്ങൾ അവർ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ തുടങ്ങുന്നു എന്നുള്ളത് അറിയുന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ അവിടെ പറഞ്ഞു, എം.എൽ.എ. നേരിട്ടും അവൈലബിൾ ആണ്, എം.എൽ.എ. ഡിജിറ്റലിയും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിന് ഒരു പൊതു ഇടം എന്ന് പറഞ്ഞ ആ വാക്കിലെ ഒരു വാചകം അത് തന്നെയാണ് ഒരു എം.എൽ.എ. ഓഫീസിൽ നിന്ന് എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ പരിഗണനകൾക്കും അപ്പുറത്ത് ഓരോ പേരാമ്പ്രക്കാരന്റെയും അവർക്ക് ലഭിക്കേണ്ടതും അവരുടെ അവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അവരുടെ അവകാശ ബോധത്തോട് തന്നെ ഓടി വരാവുന്ന വന്നു ചേർന്നിരിക്കാവുന്ന ഒരു പൊതു ഇടമാണ് തന്റെ ഓഫീസ് എന്ന് എം.എൽ.എ. പറയുന്നത്. തീർച്ചയായിട്ടും അതൊരു വലിയ മെസ്സേജാണ്. അതും തീർച്ചയായിട്ടും സന്തോഷകരമായ കാര്യമാണ്, അഭിമാനകരമായ കാര്യമാണ്. ഈ വേദിയിൽ UDFന്റെ ബഹുമാന്യരായ നേതൃത്വം, അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റുമാർ, മെമ്പർമാർ, ജനപ്രതിനിധികൾ, ചെയർമാൻമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലാവരും ഉണ്ട്. പൊതുപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ, പേരാമ്പ്രയിലെ പൗരസമൂഹത്തിന്റെ പ്രതിനിധികൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്നവർ എല്ലാവരും, അങ്ങനെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു എം.എൽ.എയും എല്ലാവർക്കും ചേർന്നിരിക്കാവുന്ന ഒരു പൊതു ഇടമായ ഓഫീസും മാറുമ്പോൾ പേരാമ്പ്ര വലിയ സ്വപ്നങ്ങൾ കാണും. പേരാമ്പ്ര കാണുന്ന വലിയ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരുമിച്ചുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. നിങ്ങളും എം.എൽ.എയും ഒരുമിച്ച് നടത്തുന്ന ശ്രമങ്ങൾക്ക് നിങ്ങളുടെ MP എന്നുള്ള 100% അതിനോടൊപ്പം സഞ്ചരിക്കുമെന്നുള്ള വാക്കും ഉറപ്പും നിങ്ങൾക്ക് ഏവർക്കും നൽകിക്കൊണ്ട് ഈ പ്രളയത്തിൽ ഇവിടെ വന്നു ചേർന്ന എല്ലാവരെയും സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് പ്രിയപ്പെട്ട ടി.ടി. ഇസ്മായിലിനെയും അതുപോലെ തന്നെ സത്യേഷ് ഉൾപ്പെടെയുള്ള
പ്രിയങ്കരായ നേതാക്കന്മാർ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട മിനി വട്ടക്കണ്ടി അവറുകൾ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പ്രിയപ്പെട്ട ലതിക വിനോദ്, നസീമ വാഴയിൽ, മോളി ഐത്തരമറ്റം, ഉമ്മർച്ച, പ്രിയപ്പെട്ട നളിനി നെല്ലൂർ, നിബിത, ആസിഫ പടനയിൽ, പ്രിയപ്പെട്ട പി കെ ബാബു, രമണി പി പി, ഷിജി കൊട്ടാരക്കര, ബഹുമാനായ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ മുനീർ മാസ്റ്റർ, ഡോക്ടർ കെ കെ ഹനീഫ, പ്രിയപ്പെട്ട പി സി ശീലേച്ചി, ലതേച്ചി, പ്രിയങ്കരനായ നമ്മുടെ നാട്ടുകാരനും അതുപോലെ തന്നെ കാരശ്ശേരിയിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മിസ്ബ കീഴരിയൂർ, പ്രിയപ്പെട്ട റീമ കുന്നുമേൽ, വഹീദ പാറമേൽ, പ്രിയപ്പെട്ട കെ കെ രാധാവറകൾ, പ്രിയങ്കരനായ എസ് പി കുഞ്ഞമതുക്ക, അതുപോലെ തന്നെ കെ മധുകൃഷ്ണൻ, രാജീവ് തോമസ്, CPM, പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും ഒരു ഇഷ്ടവാചനമായി ഇവിടെ കടന്നു വന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് സമയത്തും അല്ലാത്തപ്പോഴൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്റെ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അല്ലാത്തപ്പോഴൊക്കെ വിളിച്ചാൽ സെൽഫ്ലെസ് ആയി പ്രസ്ഥാനത്തിന് മുന്നണിക്കൊക്കെ വേണ്ടി കടന്നു വരുന്ന പ്രിയങ്കരനായ കാലിയം ഷാഫി അവറുകൾ, പ്രിയപ്പെട്ട ശ്രീ അസീസ് പാസ്, പ്രിയപ്പെട്ട MC-ക്കാരുടെ സാന്നിധ്യം, തലമുതിർന്ന നമ്മുടെ കുടുംബത്തിലെ കാരണവർ NC വടകര MC-ക്കാരുടെ സാന്നിധ്യം നമ്മളോടൊപ്പമുണ്ട്. രാമേശ്വര മാസ്റ്റർ, പ്രിയപ്പെട്ട ശ്രീ ഹരിദാസ്, പ്രിയപ്പെട്ട ശ്രീ ആവളം മനോജ്, പ്രകാശൻ കിഴക്കയിൽ, നമ്മുടെ രാജൻ മരതേരി അവറുകൾ, അശോകൻ മാസ്റ്റർ, വാസു മാസ്റ്റർ, EV രാമേന്ദ്രൻ മാസ്റ്റർ, KK ഗിരിധ മാസ്റ്റർ, പ്രിയജന TK രാകേഷ്, JP വേണുഗോപാൽ, രാജേഷ് കീഴരിയൂർ, വേണു മാസ്റ്റർ, RK മുനീർ, പ്രിയപ്പെട്ട നമ്മുടെ ചെയർമാൻ ശ്രീ CK ലത്തീഫ് അവറുകൾ, MKC കുട്ടിയാലി അവർ, കല്ലൂർ മുഹമ്മദ് അലി, CH ഇബ്രാഹിം അവറുകൾ, ഒരിക്കൽ മമ്മു, കുളങ്ങര മുനീർ അവറുകൾ, മൂത്തക്ക, TP റിയാസ് സലാം, TP അസഫ്, TP മുഹമ്മദ്, TP ചന്ദ്രൻ മാസ്റ്റർ, അതുപോലെ തന്നെ സുരേഷ് രാജൻ വടക്കേ അവറുകൾ, നമ്മുടെ കൺവീനർ പ്രിയപ്പെട്ട ജോസൂട്ടിയൻ, എല്ലാത്തിലും ഉപരി ഇന്ന് സജീവമായ ഒരാളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവേണ്ടിയിരുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചെയർമാൻ പദവിയിൽ ഇരുന്ന് വർഷങ്ങൾക്ക് ശേഷം പേരാമ്പ്രയിലുണ്ടായ ഉജ്ജ്വല വിജയത്തിന് വേണ്ടി അക്ഷീണം യത്നിച്ച ഒരാൾ, ജീവിതം മുഴുവൻ പൊതുപ്രവർത്തനത്തിന് നിലയ്ക്ക് ഈ നാടിന് വേണ്ടി, നാട്ടിലെ ജനതയ്ക്ക് വേണ്ടി, തന്റെ അടുക്കലേക്ക് വരുന്ന ഓരോ സാധാരണക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരോടൊപ്പം സഞ്ചരിച്ചിരുന്ന ഒരാൾ ഇന്ന് ഏറ്റവും സന്തോഷത്തോടെ ഈ വേദിയിൽ ഉണ്ടാകേണ്ടിയിരുന്നത് പ്രിയങ്കരനായ ബാലനാരായണനാണ്. ബാലനാരായണൻ ഈ വേദിയുടെ എല്ലാത്തിലും സജീവമായി ഉണ്ടാവേണ്ടിയിരുന്നു. ഇതിൽ ഏറ്റവും സന്തോഷിക്കുമായിരുന്ന ഒരാൾ, ഇതിൽ ഏറ്റവും അഭിമാനിക്കുമായിരുന്ന ഒരാൾ പ്രിയപ്പെട്ട ബാലനാരായണനാണ്. അദ്ദേഹത്തിന്റെ ഫിസിക്കലി അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മളോടൊപ്പമില്ലെങ്കിലും അദ്ദേഹം കൂടെ ഈ ചടങ്ങ് വീക്ഷിക്കുന്നുണ്ടാവുമെന്ന് നമ്മൾ കരുതുകയാണ്. അത്രത്തോളം നമുക്ക് വേണ്ടി നിന്ന ബാലനാരായണന്റെ ഓർമ്മകൾ ഞാൻ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആ ഓർമ്മകൾ നമ്മളെ വിട്ടുപോകാതെ അദ്ദേഹത്തെ സ്മരിച്ചും ആ പൊതുപ്രവർത്തനത്തെ ആദരിച്ചും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും നാടിന്റെയും പ്രസ്ഥാനത്തിന്റെയും മുന്നണിയുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഈ ധന്യമായ മുഹൂർത്തത്തിൽ ഈ ഓഫീസ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് പേരാമ്പ്ര MLA പ്രിയപ്പെട്ട ഫാത്തിമ തഹലിയ അവരെ ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ 100% ചെയ്തു തീർക്കാൻ ആത്മാർത്ഥതയോടെ ജനങ്ങൾക്ക് ഒപ്പമുള്ളൂ എന്ന ഈ പ്രഖ്യാപനം കൂടിയായി വേദി മാറ്റിക്കൊണ്ട് എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്ന ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഒരു കാര്യം കൂടെ, ഇവിടെ MLA ഓഫീസ് തുറന്ന ശേഷം MLAക്കുള്ള ആദ്യത്തെ നിവേദനത്തിന്റെ ഒരു നിവേദനമല്ല, കുറെ കൊടുക്കുന്നുണ്ട്, എല്ലാം കൂടെ എഴുതിയിട്ട്. അപ്പൊ ആദ്യത്തെ കത്ത് MP എന്നെ കൊടുത്ത് തുടങ്ങുകയാണ് കേട്ടോ. അപ്പൊ ഇത് അങ്ങനെ കൊടുത്ത് തുടങ്ങുക, സ്ഥാപിക്കാം, ആ കുഴപ്പമില്ലല്ലോ. അപ്പോ തീറ്റിക്കാം നിങ്ങളെല്ലാരും കാര്യത്തിൽ കേട്ടോ. അപ്പൊ ഇത് കൊടുക്കണ്ടേ? ജനസേവനവും അതേ വേഗത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന പുതിയ കാഴ്ചപ്പാട് സാങ്കേതിക വിദ്യയെ ജനക്ഷേമത്തിനായി പ്രയോജനപ്പെടുത്തുന്ന മറ്റൊരു ചരിത്ര നിമിഷത്തിന് നാം സാക്ഷിയാവുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പരാതികൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ MLA ഓഫീസുമായി ബന്ധപ്പെട്ട് നൽകാൻ പറ്റും. ഇതിന്റെ ഒരു ആപ്പ് ഉടനടി നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളത് കൂടി അറിയിക്കുകയാണ്. ഏറെ പ്രിയപ്പെട്ട പേരാമ്പ്രയിലെ ജനാധിപത്യ വിശ്വാസികളെ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ എല്ലാവരെയും ഒറ്റവാക്കിൽ അഭിവാദ്യം ചെയ്യുകയാണ്.
പേരാമ്പ്രയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം പേരാമ്പ്രയ്ക്ക് വളരെ ഊർജ്ജസ്വലയായ പേരാമ്പ്രയിലെ ഓരോ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലും ഇടപെടാനും അവരോടൊപ്പം ചേർന്ന് നിൽക്കാനും അവരുടെ പ്രയാസങ്ങൾ കേൾക്കാനും സാധിക്കുന്ന ഒരു MLA കിട്ടിയിരിക്കുകയാണ്. ആ MLA പോലെ തന്നെ പേരാമ്പ്രയുടെ MLA ഓഫീസ് ഏറ്റവും മികച്ച രീതിയിൽ പേരാമ്പ്രയിലെ ജനങ്ങളുടെ ഒരു അഭയകേന്ദ്രമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമുക്കൊന്നിച്ച് ഒറ്റക്കെട്ടായി പേരാമ്പ്രയുടെ എല്ലാ വികസന പദ്ധതികളും പേരാമ്പ്രയുടെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാൻ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പേരാമ്പ്രയെ സംബന്ധിച്ചിടത്തോളം ബാലുശ്ശേരിയിലാണെങ്കിലും പേരാമ്പ്ര എന്റെ കൂടെ നാടാണ്, പ്രിയപ്പെട്ട MLA എന്റെ കൂടെ MLA ആണ്. അതുകൊണ്ട് ഒറ്റക്കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപാട് വികസന പദ്ധതികളും ഒരുപാട് കാര്യങ്ങളും പരാതികളും ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ട്. കാത്തിരിപ്പിന്റെ ഒരുപാട് വർഷങ്ങളുണ്ട്, നടക്കാതെ പോയ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതൊക്കെ MLA അടുത്തേക്കാണ് നിങ്ങൾ എല്ലാവരും ആ പരാതികളും നിവേദനങ്ങളുമായൊക്കെ എത്തുന്നത്. എല്ലാം ഒറ്റയടിക്ക് തീർപ്പാക്കാനോ പരിഹരിക്കാനോ സാധിക്കില്ല. MLAക്ക് പരിപൂർണമായ പിന്തുണ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഒപ്പമുണ്ടാവണമെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് പേരാമ്പ്രയുടെ MLA ഓഫീസിന് പേരാമ്പ്രയുടെ MLAയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നത് ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി എന്റെ കടക്കാട് അറിയിക്കുകയാണ്. ഒത്തിരി നേതാക്കന്മാർ ഇവിടെ സംസാരിക്കാനില്ല. ഇനിയും ഈ പരിപാടി നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആളുകളോടും ഒരിക്കൽ കൂടി MLA ഓഫീസിന്റെ ഭാഗത്തു നിന്ന് ജനപ്രതിനിധി എന്നുള്ള രൂപത്തിൽ എല്ലാ കടക്കാടും അറിയിക്കുന്നു. ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്.